ഗസക്ക് അയർലൻഡിന്റെ 181 കോടി രൂപയുടെ സഹായം. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അമേരിക്കയും ഇസ്രായേൽ നടത്തിയിരുന്നു. അതൊന്നും വകവെക്കാതെയാണ് ഗസക്ക് തങ്ങളുടെ വകയുള്ള സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും അടിയന്തരമായ രീതിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിദേശകാര്യമന്ത്രി സിമൺ ഹാരിസ് പ്രഖ്യാപിച്ചത്. പറയുന്ന കാര്യം യുഎസിന്റെയും ഇസ്രായേലിന്റെയും ഭീഷണിക്ക് വകവെക്കാതെ തന്നെ വേണം യഥാർത്ഥത്തിൽ മനുഷ്യത്വപരമായിരിക്കുന്ന സമീപനവും സഹായം ചെയ്യേണ്ടത് എന്ന തരത്തിലാണ് ഇപ്പൊ ലോകത്തിന്റെ നിലനിൽപ്പുള്ളത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന സമയത്ത് മനുഷ്യത്വപരമായിരിക്കുന്ന സമീപനങ്ങൾ ലോകരാജ്യങ്ങളോടും മനുഷ്യരോടും കാണിക്കാൻ പറ്റാത്ത വിധം ലോകത്തെ അവർ ഭീകര സംവിധാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ പണം പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് തന്നെ അർജന്റീന പ്രസ്താവിച്ചിരിക്കുകയാണ്. ഫലസ്തീനിലെ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന UN ഏജൻസി ആയിരിക്കുന്ന NRWAക്കാണ് $20.7 ദശലക്ഷം അഥവാ 181 കോടി രൂപ നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. സിമൺ ഹാരിസ് എന്ന വിദേശകാര്യമന്ത്രി ഈ കാര്യങ്ങൾ പ്രസ്താവിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നു. സമാധാനപരമായിരിക്കുന്ന ഒരു പ്രഭാതമാണ് അല്ലെങ്കിൽ ഒരു ലോകത്തെയാണ് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകുക എന്നതിനപ്പുറമായ രീതിയിൽ ഒന്നുമില്ല. ആ സ്വാതന്ത്ര്യത്തോടു കൂടി മാത്രമേ വിഷയങ്ങൾ അവസാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എത്ര കാലമാണ് ഇസ്രായേലും അമേരിക്കയും ലോകരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തിയും പേടിപ്പിച്ചുകൊണ്ട് നിർത്തുക? രണ്ടാം ലോക യുദ്ധത്തിന് മുൻപ് എത്രത്തോളം ശക്തിയുള്ള രാജ്യമായിരുന്നു ജപ്പാൻ എന്നുള്ള കാര്യം മറന്നുപോകുന്നു. അത് ഓർക്കേണ്ട കാര്യമാണ്. ഇന്ന് അമേരിക്ക ചെയ്യുന്ന അതേ പ്രവൃത്തികളാണ് ആ കാലഘട്ടത്തിലൊക്കെ ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ജപ്പാൻ ചെയ്തിരുന്നത്. പിന്നീട് ഒറ്റക്കൊരു സുപ്രഭാതത്തിലാണ് ആണവായുധത്തോടു കൂടി ഈ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം നിലംപരിശായി ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം അവര് സർവ്വ മേഖലയിലും തകർന്നടിഞ്ഞത് കാണാൻ വേണ്ടി സാധിച്ചതാണ്. വിവര സാങ്കേതിക ഇലക്ട്രോണിക് മേഖലയിലെല്ലാം ജപ്പാന്റെ സാന്നിധ്യം ലോകത്തിന്റെ വിപണി മൂല്യത്തിന്റെ വളരെ വളരെ വലുതായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവരുടെ എല്ലാ മേടും വലിയ രീതിയിൽ വിറ്റഴിയപ്പെട്ടിരുന്നു. അത്രക്ക് നിർമ്മിത സംവിധാനത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ജപ്പാൻ ഉണ്ടായിരുന്നത്. ഇന്ന് ആ മേഖലയൊക്കെ ഏറെക്കുറെ ചൈന കീഴടക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. എന്ത് പറ്റി ജപ്പാന് എന്ന് ആലോചിക്കുന്ന സമയത്ത് അമേരിക്കക്ക് എന്താണ് പറ്റാൻ പോകുന്നത് എന്നതിന്റെ ഉത്തരമായിട്ട് നമ്മൾക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആണവ സ്ഫോടനം നടത്തിയ അമേരിക്കയുമായി ഇന്ന് ജപ്പാൻ സഹകരണ സംവിധാനങ്ങളുണ്ട്, സഖ്യകക്ഷികളാണ് എന്ന് ഏറെക്കുറെ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ശത്രുതാ മനോഭാവ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർ വീടില്ലാത്ത, കുടിലില്ലാത്ത, ഭക്ഷണമില്ലാത്ത, വലിയ പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അഭയാർത്ഥികളായിട്ട് നിലനിൽക്കുകയാണ്. അവരെ സഹായിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രങ്ങളുടെയും നിർബന്ധമായിരിക്കുന്ന കടമയും കർത്തവ്യവുമാണ്. അയർലൻഡ് ചെയ്യുന്നത് അതാണ്. അപ്പൊ ഇതൊരു മാതൃകാപരമായിരിക്കുന്ന നീക്കുപോക്കായിട്ട് മറ്റു ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ട് ഗസയെ സഹായിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി അവർ നടത്തുന്നു. ഈജിപ്തുമായിട്ട് നല്ല സഹകരണം ഉണ്ടാക്കിക്കൊണ്ട് വാഹനാടിസ്ഥാനത്തിൽ തന്നെ അവിടേക്ക് വേണ്ടിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാനുള്ള സംവിധാനം മറ്റു രാജ്യങ്ങളോടൊപ്പം തങ്ങൾ ചെയ്യുന്നതാണ്. ആ മേഖലയിൽ ദുരിതവും പ്രയാസം അനുഭവിക്കുന്നവർക്ക് മറ്റ് സഹായങ്ങൾ എന്ന് പറയുന്ന സമയത്ത് തകർക്കപ്പെട്ട ബിൽഡിങ്ങിന്റെ അകത്ത് ഇപ്പോഴും മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സാങ്കേതിക സംവിധാനങ്ങൾ അത്ര വലിയ മെച്ചമില്ലാത്തൊരു പ്രദേശമാണ് ഗസ എന്നതിനാൽ ഈ സാങ്കേതിക സംവിധാനം അവിടെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആയതിനാൽ ചെയ്യേണ്ട കാര്യം ഇത്തരം സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബിൽഡിങ്ങുകളൊക്കെ നീക്കം ചെയ്ത് അതിനകത്ത് മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സംസ്കരിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക. ഇനി ജീവനുള്ള ശരീരങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് അവരെ ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അടിയന്തരപരമായിരിക്കുന്ന ആശുപത്രികളും ഭക്ഷ്യസംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അവിടെ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. സ്ഥിരമായ രീതിയിലുള്ള കുടിവെള്ളവും വൈദ്യുതിയും നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ എടുക്കുക. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടാക്കുക. തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ നിർമ്മിതമായിരിക്കുന്ന ഫാക്ടറി സംവിധാനങ്ങളോ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ലോകരാജ്യങ്ങൾ ചേർന്നുകൊണ്ട് നടപ്പിലാക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അർജന്റീന ഈ വിഷയമായിട്ട് അയർലൻഡ് ഈ വിഷയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യം,
ഇടപെടുന്നതിൽ നിയന്ത്രണങ്ങൾ വേണം. അത് ഇസ്രായേലിനോടും അമേരിക്കയോടും പറഞ്ഞ കാര്യമാണ്. അയർലൻഡിന്റെ നിലപാടുകൾ വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങളിതാ പ്രസ്താവിച്ചിരിക്കുന്നു. നിങ്ങൾ വല്ലാത്ത രീതിയിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഞങ്ങൾ സംഖ്യ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ട സഹായങ്ങൾ നൽകാതിരിക്കുകയില്ല. അപ്പോൾ ഒരു രാജ്യത്തിന്റെ അകത്ത് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി പട്ടിണി കിടക്കുന്ന ഒരു സമൂഹമെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ള മാനുഷികപരമായിരിക്കുന്ന കടമ നിർവഹിക്കാത്ത രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ, അമേരിക്ക എന്ന് യഥാർത്ഥത്തിൽ സിമൺ ഹാരിസ് തുറന്നടിക്കുകയാണ്. അയർലൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, സംസാരിക്കാൻ വേണ്ടി വരണ്ട. ഞങ്ങളുടെ നയങ്ങളും നിലപാടും വളരെ കൃത്യമാണ്. അത് ഞങ്ങൾ കൃത്യമായി പറയുകയും ഞങ്ങളുടെ നയത്തിനനുസരിച്ച് ഞങ്ങൾ നിലപാടെടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ച രാജ്യമാണ് ഇസ്രായേലും അമേരിക്കയും. ഗസയെ സഹായിക്കരുത് എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. പാലസ്തീനെ സഹായിക്കരുത് എന്നുള്ളതാണ്. അതിനവർ പറയുന്ന കാര്യം, അവർ സഹായമായിട്ട് എത്തുന്ന പണങ്ങളെല്ലാം ആയുധങ്ങൾ വാങ്ങിക്കൊണ്ട് ഇസ്രായേൽ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതിന് അയർലൻഡ് പറഞ്ഞ മറുപടി, നിങ്ങൾ പണമായിട്ട് കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഭക്ഷണമായിട്ട് കൊടുക്കൂ, നിങ്ങൾ കുടിവെള്ളമായിട്ട് കൊടുക്കൂ, വസ്ത്രമായിട്ട് കൊടുക്കൂ, മരുന്നായിട്ട് കൊടുക്കൂ. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? മറ്റുള്ളവർ ചെയ്യുന്ന സമയത്ത് അതിനെ തടസ്സം നിർത്തിക്കൊണ്ട് അവരെ പ്രയാസത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിനപ്പുറം മനുഷ്യത്വപരമായിരിക്കുന്ന സമീപനങ്ങൾ എടുക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുകൂടി യഥാർത്ഥത്തിൽ അയർലൻഡിലെ സിമൺ ഹാരിസ് പറഞ്ഞു വെക്കുകയാണ്.